ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ എപ്പിസോഡ് ഓഫ് നത്തിങ് സ്പെഷ്യൽ. ഇവിടെ എന്തുമ്പോൾ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞെങ്കിൽ ഒരു യൂസർ എക്സ്പീരിയൻസ് റിവ്യൂ ആണ്. കഴിഞ്ഞൊരു 4 years ആയിട്ട് ഞാൻ യൂസ് ചെയ്തിട്ട് ലാപ്ടോപ്പ് ഉണ്ട്, HP Spectre X360. അതിൻ്റെ ഒരു ഹോണസ്റ്റ് റിവ്യൂ ആണ് നിങ്ങളത് കാണാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ഈ ലാപ്ടോപ്പ് പർച്ചേസ് ചെയ്യുന്നത് ഓഗസ്റ്റ് 2021 അപ്പോൾ ഞാൻ ഈ ലാപ്ടോപ്പ് വാങ്ങുന്ന സമയത്ത് ഞാൻ എൻ്റെ മെയിൻ പർപ്പസ് പറഞ്ഞെങ്കിൽ ഒന്ന് വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ. അതായത് ഞാൻ വർക്ക് ചെയ്യുന്ന സൈബർ സെക്യൂരിറ്റിയിലാണ്. അപ്പോൾ എനിക്ക് കുറേ മൾട്ടിപ്പിൾ ലാബ്സെല്ലും ഒരുമിച്ച് റൺ ചെയ്യേണ്ടി വരും. കുറേ OS-എല്ലും വെർച്വൽ എൻവയോൺമെൻറ്റിൽ സെറ്റപ്പ് ചെയ്തിട്ട് റൺ ചെയ്യേണ്ടി വരും. അപ്പോൾ അതായിരുന്നു മെയിൻ ഫോക്കസ്. അപ്പോൾ അത്യാവശ്യം പവർഫുൾ ആയിട്ടുള്ള ഇത് കുറേ സോഫ്റ്റ്വെയർ ഒരുമിച്ച് റൺ ചെയ്യുന്ന സമയത്ത് ഒരിക്കലും ലാഗ് ഫീൽ ചെയ്യാൻ പാടില്ല. പിന്നെ അതായിരുന്നു എൻ്റെ മെയിൻ പർപ്പസ്. പെർഫോമൻസ് ഒട്ടും പിന്നോട്ട് നിൽക്കാൻ പാടില്ല, അതായിരുന്നു മെയിൻ സംഭവം. അപ്പോൾ അങ്ങനെ ഞാൻ നോക്കി. പിന്നെ ഈസി ആയിട്ട് കൊണ്ടു നടക്കാൻ പറ്റണം. പിന്നെ കയ്യിൽ പിന്നെ നമുക്ക് യൂസ് ചെയ്യുമ്പോൾ ഒരു കംഫർട്ട് ഉണ്ടാവണം ലാപ്ടോപ്പിന്. അപ്പോൾ അങ്ങനെ നോക്കി വന്ന സമയത്ത് ഞാൻ ചൂസ് ചെയ്തിരുന്ന ഒരു 14 ഇഞ്ച് വേണമെന്നില്ലായിരുന്നു ഫസ്റ്റ് പ്രിഫറൻസ്. കാരണം അധികം വലിയ ലാപ്ടോപ്പ് ഉണ്ട്, കാരണം നമുക്ക് ഈസി ആയിട്ട് ട്രാവൽ ചെയ്യുമ്പോഴും കൊണ്ട് നടക്കാനും അങ്ങനെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു മെയിൻ പർപ്പസ്. അപ്പോൾ അങ്ങനെ ഞാൻ ചൂസ് ചെയ്തായിരുന്നു. ആ സമയത്തിലെ കുറേ റിവ്യൂസും അതൊക്കെ ഞാൻ നോക്കി. അങ്ങനെ ഞാൻ ചൂസ് ചെയ്തതാണ് HP Spectre X360. ഈ ലാപ്ടോപ്പിൻ്റെ സ്പെസിഫിക്കേഷൻ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ ചൂസ് ചെയ്തിട്ടുണ്ടായത് ഇന്റലിൻ്റെ Core i7 1165G7 എന്ന് പറയുന്ന ആ സമയത്തുണ്ടായ അത്യാവശ്യം മോശമില്ലാത്ത പ്രോസസ്സറായിരുന്നു ഞാൻ ചൂസ് ചെയ്തിട്ടുണ്ടായത്. പിന്നെ അതുപോലെ വരുന്നത് റാം വരുന്നത് 16 GB റാമാണ്. റാം പക്ഷേ അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റില്ല, അങ്ങനത്തെ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു. പക്ഷേ എനിക്കത് വലിയൊരു പ്രശ്നമായി തോന്നിയിട്ടുണ്ടായിട്ടില്ല. ഫിക്സഡ് റാമാണ്, അത് നമുക്ക് അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റില്ല. അപ്പം ഇതാണ് നമ്മുടെ ലാപ്ടോപ്പ് HP Spectre. ഇതൊരു 360 ഡിഗ്രി ലാപ്ടോപ്പാണ്. നമുക്ക് നമ്മുടെ കംഫർട്ടിനനുസരിച്ച് നമുക്ക് ആ ഒരു ആവശ്യത്തിനനുസരിച്ച് എങ്ങനെ വേണമെങ്കിലും യൂസ് ചെയ്യാം. പിന്നെ ഇവിടെ ഒരു സ്റ്റൈലിസ് വരുന്നുണ്ട്, പക്ഷേ അതിലൊന്നും മിസ്സായിപ്പോയി. ഇതിൻ്റെ മെയിൻ സ്പെസിഫിക്കേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൽ വരുന്ന പ്രൊസസ്സർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്റലിൻ്റെ Core i7 1165G7 എന്ന് പറയുന്ന പ്രൊസസ്സറാണ്. പിന്നെ റാം 16 GB റാമാണ്. റാം അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റില്ല കേട്ടോ, ഫിക്സഡ് റാമാണ്. അതുപോലെ നമുക്ക് ഞാൻ ചൂസ് ചെയ്തിട്ടുണ്ടായത് 1 TB SSD ആണ്. പിന്നെ ഇതിൻ്റെ പ്രോസിലേക്ക് വരികയാണെങ്കിൽ കഴിഞ്ഞ 4 വർഷമായിട്ട് എനിക്ക് ഫീൽ ചെയ്ത മെയിൻ സംഭവം എന്ന് പറഞ്ഞെങ്കിൽ ഒന്ന് ഇതിൻ്റെ ബിൽഡ് ക്വാളിറ്റി ആവും. എൻ്റെ ഇന്ന് ലാപ്ടോപ്പ് ആക്ച്വലി 2 തവണ താഴെ വീണിട്ടുണ്ട്. ഞാൻ ഇങ്ങനെ മടിയിൽ വെച്ചിട്ട് യൂസ് ചെയ്യുന്ന സമയത്ത് വീണാവും. പക്ഷേ ആ സമയത്തൊന്നും ഞാൻ വിചാരിച്ച് എടുക്കുന്ന സമയത്ത് നെഞ്ച് പൊട്ടിയിട്ടുണ്ട്, ഈശ്വര ഒന്നും പറ്റല്ലേ എന്ന് വിചാരിച്ചിട്ട്. പക്ഷേ ഭാഗ്യം കൊണ്ട് ഇതൊന്നും പറ്റിയിട്ടുണ്ടായിട്ടില്ല. ആ സമയത്ത് ഒന്ന് വീണത് കിടക്കയിലേക്കാണ്. ഞാൻ എണീച്ച് നിൽക്കുന്ന സമയത്ത് കയ്യിൽ നിന്ന് പെട്ടെന്ന് താഴെ ബെഡിലുണ്ടായിരുന്നു, അപ്പോൾ അതിലേക്കാണ് വീണേ. ഒന്ന് പക്ഷേ ഞാൻ ഇരുന്നെടുക്കുന്നത് സ്ലൈഡ് ചെയ്ത് നിലത്തേക്ക് വീണാവും. പക്ഷേ 2 സമയത്തും ലാപ്പിനൊന്നും പറ്റിയിട്ടില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് ബിൽഡ് ക്വാളിറ്റിയിൽ എനിക്ക് നല്ല സാറ്റിസ്ഫാക്ഷൻ ആണ്. അതുപോലെ ഞാൻ ഈ ലാപ്ടോപ്പ് വാങ്ങുന്ന സമയത്ത് എൻ്റെ ഒരു മെയിൻ ക്രൈറ്റീരിയ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല അത്യാവശ്യം മോശമില്ലാത്ത പെർഫോമൻസ് തരണമെന്നുള്ളതായിരുന്നു. അപ്പോൾ എനിക്ക് എൻ്റെ വർക്കിൻ്റെ ആവശ്യമായിട്ട് ബന്ധപ്പെട്ട് തന്നെ കുറേ ലാബിലും ഹോം ലാബ്സും മൾട്ടിപ്പിൾ വെർച്വൽ എൻവയോൺമെൻറ്റിൽ സെറ്റ് ചെയ്യുന്ന സമയത്ത് അത്യാവശ്യം മോശമില്ലാത്ത പെർഫോമൻസ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. എനിക്ക് വലിയ ലാഗൊന്നും ഫീൽ ചെയ്തിട്ടില്ല. പിന്നെ ഈ ലാപ്ടോപ്പിൻ്റെ അത്യാവശ്യം ബാറ്ററി പെർഫോമൻസ് ഒക്കെ അത്യാവശ്യം നല്ല ബാറ്ററി പെർഫോമൻസ് ആയിട്ടും തോന്നിയിട്ടുള്ളത്. ഒരു നല്ല ഫാസ്റ്റ് ചാർജിങ് ആണ്. അത്യാവശ്യം ഒരു 1 hourനുള്ളിലൊക്കെ ലാപ്ടോപ്പ് ഏകദേശം ഫുൾ ചാർജ് ആവുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ബാറ്ററി റിപ്പോർട്ട് ആണ് നിങ്ങൾ കാണുന്നത്. കഴിഞ്ഞ 4 yearsന് ശേഷം സ്റ്റിൽ ഇതിൻ്റെ ഒരു 85% ബാറ്ററി ഇപ്പോൾ ഉണ്ട്. അപ്പം എനിക്ക് എന്തായാലും അടുത്തൊരു 2-3 years വരെ എന്തായാലും ബാറ്ററി ചേഞ്ച് ചെയ്യുന്നതിനെ കുറിച്ച് ആലോചിക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഈ ലാപ്പിൻ്റെ ഒരു മെയിൻ പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് വെച്ചിട്ടുണ്ടെങ്കിൽ ലാപ്പ് പർച്ചേസ് ചെയ്തിട്ട് ഒരു ഇനീഷ്യൽ ഒരു 2 years ഞാൻ ഒരു ഭയങ്കര ഇഷ്യൂ ഫേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്ന് പറഞ്ഞെങ്കിൽ BSOD, ബ്ലൂ സ്ക്രീൻ ഓഫ് ഡെത്ത്. നമ്മൾ പല ആൾക്കാരും അത് ഫേസ് ചെയ്തിട്ടുണ്ടാവും ചില സമയത്ത്. അപ്പം ലാപ്പ് യൂസ് ചെയ്യുന്ന സമയത്ത് സഡനായിട്ട് സിസ്റ്റം ക്രാഷ് ആവുക, വിൻഡോസിൻ്റെ ബ്ലൂ സ്ക്രീൻ വന്നിട്ട് ഒരു എറർ കോഡ് വന്നിട്ട് പെട്ടെന്ന് സിസ്റ്റം ക്രാഷ് ആവുക, അങ്ങനത്തെ ഒരു ഇഷ്യൂ എനിക്ക് കണ്ടിന്യൂസ് ആയി വന്നുകൊണ്ടിരുന്നുണ്ട്. അപ്പം വാറന്റി പീരീഡ് ആയതുകൊണ്ട് തന്നെ എനിക്ക് വലിയ ടെൻഷൻ ഉണ്ടായിട്ടില്ല. ഞാൻ പക്ഷേ HPൻ്റെ കസ്റ്റമർ കെയറിൽ കോൺടാക്ട് ചെയ്തു. അവരെനിക്ക് അവർ ഓൺലൈനിൽ കോൾ വന്നിട്ട് സ്ക്രീൻ ഷെയർ ചെയ്തിട്ട് അവർ ചെക്ക് ചെയ്തു. പക്ഷേ ആ സമയത്തൊക്കെ അവർ ചെയ്തിട്ട് പോയി, ഫേംവെയർ ഒക്കെ ചെക്ക് ചെയ്തിട്ട് പോയി. അവർ പറഞ്ഞു അടുത്ത അപ്ഡേറ്റ് ശരിയാവുന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഒരു 2 വർഷത്തേക്ക് ഒരു കണ്ടിന്യൂസ് ആയിട്ട് എനിക്ക് ഒരു 6-7 തവണ അത് കണ്ടിന്യൂസ് ആയിട്ട് എനിക്ക് വന്നുകൊണ്ടിട്ടുണ്ടായി. അപ്പോൾ ഈ ഇഷ്യൂ ഭയങ്കര പെർസെൻ്റ് ആയിട്ട് എനിക്ക് തോന്നി ആ സമയത്ത്. പക്ഷെ അതിനുശേഷം ഒരു 2 yearsന് ശേഷം ഒരു വലിയൊരു ഫേംവെയർ അപ്ഗ്രേഡ് വന്ന സമയത്ത് ആ അപ്ഡേറ്റിന് ശേഷം എനിക്ക് ഒരു ഇഷ്യൂ ഇതുവരെ ഉണ്ടായിട്ടില്ല. അതിനുശേഷം ഞാൻ കംപ്ലീറ്റ്ലി സാറ്റിസ്ഫൈഡ് ആവും. ഞാൻ ആ BSOD വന്ന സമയത്ത് കുറച്ച് ടെൻഷൻ അടിച്ചാലും ഓൺലൈനിലൊക്കെ ചെക്ക് ചെയ്ത സമയത്ത് വേറെയും കുറേ യൂസേഴ്സ് ഇതുപോലെ BSOD ഇഷ്യൂ വന്നിട്ടുണ്ടെന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ റെഡിറ്റിലൊക്കെ കുറേ ആർട്ടിക്കിളൊക്കെ നോക്കിയ സമയത്ത് വേറെയും ആ യൂസേഴ്സ് സെയിം ഇഷ്യൂ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് ലാസ്റ്റ് 2 years ആയിട്ട് പക്ക നല്ല യൂസർ എക്സ്പീരിയൻസ്, നല്ല സോഫ്റ്റ്വെയർ യൂസർ എക്സ്പീരിയൻസ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. വേറെ ഇഷ്യൂസൊന്നും ഉണ്ടായിട്ടില്ല.
പിന്നെ ഇതിൻ്റെ വേറൊരു പ്രശ്നം നേരത്തെ പറഞ്ഞ പോലെ റാം അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റാത്തതാണ്. അത് പക്ഷേ വാങ്ങിക്കുന്ന സമയത്ത് തന്നെ അറിയായിരുന്നു ഇത് അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റാത്ത റാം ആവുന്നത്. പക്ഷേ അത്യാവശ്യം എനിക്ക് ഒരു നോർമൽ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ട രീതിയിൽ വലിയ പ്രശ്നം ഉണ്ടായിട്ടില്ല. അപ്പോൾ പ്രൊഫഷണൽ കാര്യങ്ങൾക്കൊക്കെ ലാപ്പ് ഓക്കെ ആവുന്നു. പിന്നെ വേറൊരു മെയിൻ റിഗ്രറ്റ് എനിക്ക് പിന്നെ തോന്നി പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വായിക്കുന്ന സമയത്ത് ഓപ്ഷൻ ഉണ്ടായിരുന്നു OLED യൂസ് ചെയ്യാം, OLED അല്ലാതെ ചൂസ് ചെയ്യാം. പക്ഷെ ഞാൻ ആ സമയത്ത് ഓക്കെ മനസ്സിൽ ഫുൾ വർക്ക് അങ്ങനത്തെ കാര്യങ്ങളപ്പോൾ പഠിപ്പ് സ്റ്റഡീസ് അങ്ങനത്തെ കാര്യങ്ങളായതുകൊണ്ട് ഞാൻ പിന്നെ വിചാരിച്ചു ഓക്കെ ഞാൻ ലാപ്പ് വാങ്ങിയാലും അധികം സിനിമ ഒന്നും ലാപ്പിൽ കാണില്ല, ഫോണിലായിരിക്കും കാണുള്ളത്. പക്ഷേ അങ്ങനെ ആയിരുന്നില്ല. കുറച്ച് വാങ്ങിയിട്ട് കുറച്ച് ഒരു കൊല്ലം കഴിഞ്ഞ സമയത്ത് എനിക്ക് തോന്നിച്ചേ OLED ലാപ്പ് എടുക്കായിരുന്നു. ഞാൻ OLED എടുത്തിട്ടുണ്ടായിട്ടില്ല ആ സമയത്ത്. ആകെ അറൗണ്ട് 10,000 ഡിഫറൻസ് ഉണ്ടായിട്ടില്ല OLED നോർമൽ വേരിയൻറ്റ്. ഞാൻ നോർമൽ വേരിയൻറ്റ് ചൂസ് ചെയ്യാനൊരു കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ കുറച്ച് ആർട്ടിക്കളും അങ്ങനെ റിവ്യൂസൊക്കെ നോക്കിയ സമയത്ത് നിങ്ങൾ മെയിനായിട്ട് വർക്കാണ് ഫോക്കസ് ചെയ്യുന്നതെങ്കിൽ OLED ലാപ്പ് ചൂസ് ചെയ്യേണ്ട, OLED മോഡൽ ചൂസ് ചെയ്യേണ്ട, നോർമൽ ചൂസ് ചെയ്യണം. കാരണം ബാറ്ററി ബാക്കപ്പ് കുറച്ച് കൂടുതൽ കിട്ടും. ആ ഒറ്റ റീസണിലാണ് ഞാൻ ചൂസ് ചെയ്തത്. പക്ഷേ എനിക്ക് പിന്നെ തോന്നി ഓക്കെ നമുക്ക് ട്രാവൽ ചെയ്യുന്ന സമയത്തൊക്കെ ഓക്കെ ഒരു നല്ലൊരു OLED ലാപ്ടോപ്പ് ആണെങ്കിൽ കുറച്ചും കൂടി സിനിമ കാണുമ്പോൾ ഒരു നല്ലൊരു ഫീൽ ഉണ്ടാവും തോന്നി. പക്ഷേ കുഴപ്പമില്ല. അപ്പോൾ ആരൊക്കെ ഈ ലാപ്ടോപ്പ് വാങ്ങണം, ആരൊക്കെ ഈ ലാപ്ടോപ്പ് വാങ്ങണ്ട? ആരൊക്കെ ഈ ലാപ്ടോപ്പ് വാങ്ങണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം വർക്ക് മെയിനായിട്ട് മെയിനായിട്ട് നിങ്ങളുടെ ഫോക്കസ് പറഞ്ഞെങ്കിൽ വർക്ക് റിലേറ്റഡ് ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. അതിൻ്റെ കൂടെ കുറച്ച് ലാപ്ടോപ്പിൽ കുറച്ച് സിനിമകൾ കാണാനും പിന്നെ കുറച്ച് നമ്മുടെ ഡേ ടു ഡേ ലൈഫിന് പിന്നെ ഈസി ടു ക്യാരി ആണ്. അങ്ങനത്തെ നമുക്ക് എപ്പോൾ ലാപ്ടോപ്പ് എടുത്തിട്ട് എല്ലായിടത്തും പോകുന്ന സമയത്ത് ലാപ്ടോപ്പ് എടുക്കണം. അങ്ങനത്തെ ഒരു ആൾക്കാർക്കാണ് ഈ മെയിനായിട്ട് ഈ ലാപ്ടോപ്പ് ചൂസ് ചെയ്യാം. പിന്നെ ആർക്ക് ഈ ലാപ്ടോപ്പ് വാങ്ങേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വർക്കും വേണം, അല്ലെങ്കിൽ നിങ്ങളുടെ മെയിൻ ഫോക്കസ് ഗെയിമും കൂടെ ആണെങ്കിൽ ഈ ലാപ്ടോപ്പ് ഒരു ബിഗ് നോ ആണ്. ഈ ലാപ്ടോപ്പ് ഒരിക്കലും ചൂസ് ചെയ്യരുത്. കാരണം ഗെയിമിന് വേണ്ടിയിട്ട് ഇതിൻ്റെ സ്പെസിഫിക്കേഷൻസ് പോരാ. നിങ്ങൾ കുറച്ചും കൂടി ഗെയിം ഫോക്കസ് ചെയ്തിട്ടില്ലേ വേറെ ലാപ്ടോപ്പ് വാങ്ങുന്നതായിരിക്കും ഏറ്റവും കൂടുതൽ നല്ലത്. അപ്പോൾ ഇതുവരെ ഒരു 4 years എക്സ്പീരിയൻസ് നിലയിൽ ഈ ലാപ്ടോപ്പ് ഞാൻ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ്. അപ്പം ഈ ലാപ്ടോപ്പ് യൂസ് ചെയ്യുന്ന വേറെ ആരും ഉണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ റിവ്യൂസ് കമൻറ്റിൽ ആഡ് ചെയ്യും. അപ്പം നമുക്ക് അടുത്തൊരു വീഡിയോയിൽ പിന്നെ കാണാം. ബൈ.